പ്രിയമുള്ളവരെ, ഇത് പാലക്കാട് ജില്ലയിലെ പ്രകൃതി മനോഹരമായ ഒരു ഗ്രാമപ്രദേശമാണ്. പച്ചപ്പട്ടു വിരിച്ച കണക്കെ പാടശേഖരങ്ങൾ ഇരുവശത്തും, അതിന് നടുവിലൂടെ ഒരു നല്ല ടാർ റോഡ്. ചെറിയ റോഡാണ്, അത്യാവശ്യം വാഹനങ്ങൾ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. എങ്കിലും ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു റോഡാണ്. കാരണം ഒരു ഭാഗത്തു നിന്ന് ടൗൺ ടച്ച് ചെയ്യാതെ മറ്റൊരു ഭാഗത്തേക്ക് എത്താനുള്ള ഒരു ചെറിയ ബൈപ്പാസും കൂടി ആണിത്. വലതുഭാഗത്ത് ഒരു കുന്നിൻ്റെ ചെറിയൊരു നിരയുണ്ട്. അതിനു താഴ്വാരത്തായി ഒരു ക്ഷേത്രവും ക്ഷേത്രക്കുളവും അതിനടുത്തൊരു അരയാൽ തറയുമുണ്ട്. ഞാനതിവിടെ കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും. പറഞ്ഞു വന്നത്, ആ ക്ഷേത്രക്കുളത്തിനടുത്തുള്ള അരയാൽ തറയിൽ അല്പമൊന്ന് വിശ്രമിക്കാനും നേരം പോക്കുകൾ പറയാനും ഈ ജീവിത തിരക്കേറിയ സാഹചര്യങ്ങളിൽ പോലും പ്രദേശവാസികളും വഴിയാത്രക്കാരും അവിടെ എത്താറുണ്ട് എന്നുള്ളത് വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. കൂടാതെ പുഞ്ചപ്പാടങ്ങളെ തഴുകിയെത്തുന്ന ഇളം കാറ്റും അസ്തമയ സൂര്യൻ്റെ ഇളം വെയിലുമേറ്റുകൊണ്ട് സായാഹ്നങ്ങളിൽ ഈ വഴിയിലൂടെ നടക്കുന്നത് അവിസ്മരണീയമായ ഒരു അനുഭവം തന്നെയാണ്. ഇതെല്ലാം ഇനി എത്ര കാലം എന്നുള്ള ആശങ്കയിലാണ് ഈ നാട്ടുനന്മയെ സ്നേഹിക്കുന്നവർ. വികസനത്തിൻ്റെ പേരിലുള്ള നശീകരണ ഭീഷണിയെ അവർ ഭയക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നാട്ടുനന്മകൾ തനതു ഭംഗിയോടുകൂടി തന്നെ കാത്തുസൂക്ഷിക്കുകയും അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. എന്നാൽ ഇതിൻ്റെയൊന്നും വിലയറിയാത്ത കുറേ തലതിരിഞ്ഞ ജന്മങ്ങൾ എല്ലാ കാലത്തും എല്ലായിടത്തും കാണാറുണ്ട്. അത്തരം ചില ആളുകൾ ഇവിടെയുമുണ്ട്. അത് പ്രദേശവാസികളോ വഴിയാത്രക്കാരോ ആരുമാവട്ടെ, ചെയ്തിരിക്കുന്ന തെമ്മാടിത്തരമൊന്ന് കാണും. തൻ്റെയും തൻ്റെ കുടുംബക്കാരുടെയും വിഴുപ്പുകൾ തള്ളാനുള്ള കുപ്പത്തൊട്ടികളല്ല ഈ പൊതു ഇടങ്ങളെന്ന് ഇത്തരക്കാർ ഇനി എന്നാണ് തിരിച്ചറിയുക? ഇത് ഈ ഒരു പ്രദേശത്തിൻ്റെ മാത്രം ശാപമല്ല. പാലക്കാട് ജില്ലയിൽ, എന്തിന് കേരളത്തിലെമ്പാടും ഇതുപോലുള്ള നിരവധി ഇടങ്ങൾ ഇങ്ങനെ മലിനമാക്കിയിട്ടുള്ളതായി കാണാൻ കഴിയും. ഇതിനെല്ലാം മലയാളിയുടെ മനോഭാവമാണ് മാറേണ്ടത്. ഒരു വിദേശ ടൂറിസ്റ്റുകളെ കൊണ്ടുപോലും ഇത്തരത്തിലുള്ള ശല്യം ഇവിടെ ഉണ്ടാവാറില്ല. അവരെല്ലാം എത്ര വൃത്തിയായിട്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവർ കഴിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ആഹാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റിൻ്റെ ഒക്കെ കൂട് എവിടെയെങ്കിലും വേസ്റ്റ് ബിന്നുണ്ടെങ്കിൽ അവിടെ മാത്രം നിക്ഷേപിക്കുകയും അല്ലാത്ത പക്ഷം അവരുടെ ബാഗിൽ തന്നെ അത് സൂക്ഷിച്ച് വൃത്തിയായി ഇടേണ്ട സ്ഥലത്ത് മാത്രം ഇടുകയും ചെയ്യുക എന്നുള്ളത് അവരുടെ ശീലമാണ്. അല്ലെങ്കിലും അത്തരം നല്ല ശീലങ്ങളൊന്നും മറ്റുള്ളവരിൽ നിന്ന് കണ്ടുപഠിക്കുകയും കേട്ടുപഠിക്കുകയും ചെയ്യുന്നൊരു ശീലം മലയാളിക്കില്ലല്ലോ. ഒരു വിരലിൻ്റെ മറ കിട്ടിയാൽ മതി എന്തു വൃത്തികേടും ചെയ്യാൻ എന്നുള്ള മനോഭാവത്തിലാണ് ചില ആളുകൾ. അവർ ഒരിടവും ബാക്കി വച്ചിട്ടില്ല. ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനും അല്പമൊന്ന് വിശ്രമിക്കുന്നതിനുമായി ഉപയോഗിക്കുന്നതാണ് ഇത്തരം കൈത്തോടുകളുടെ പാലങ്ങൾ. അതിന് താഴെ കാണിച്ചിരിക്കുന്ന കോലാഹലം കണ്ടോ? ഇതെല്ലാം കൊണ്ട് തന്നെയാണ് പ്രദേശത്തെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും ഭൂപ്രദേശങ്ങൾ ഇതുപോലുള്ള ഭീഷണികൾ നേരിടുന്നുണ്ടെങ്കിൽ അതിനെ തുടക്കത്തിലെ തടയിടണമെന്ന് അഭ്യർത്ഥിക്കുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. താങ്ക്